Hello viewers, namaste. Welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സോഫ്റ്റ് ആക്ച്വലി സപ്പോർട്ടിംഗ് സോഫ്റ്റ് ആണ്. വിൻട്രേഡർ നമ്മുടെ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ് ആണ്. അപ്പോൾ ഇത് എല്ലാ മാർക്കറ്റിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ ഉപയോഗിക്കാം. ഇക്വിറ്റീസിൽ, കമോഡിറ്റീസ്, ഫോറക്സ് എല്ലാ മാർക്കറ്റിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡിങ്ങിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാണിക്കുന്നത് ലൈവായിട്ടാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ആക്യുറസി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 9061973737 വിളിക്കാൻ. നിങ്ങൾക്ക് 1 day ഫ്രീ ട്രയൽ ഉണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് കണക്ട് ചെയ്ത് തരും. അത് ലൈവായിട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡിന് അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് കാണാം ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിൽ താഴത്തെ ഡിസ്പ്ലേ വരുന്നുണ്ട്. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതിനകത്ത് കോൾ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന അദാനി പോർട്ടിന്റെ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇപ്പം അദാനിയുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 738 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറിൽ വേർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റില്ല. അത് ഡേ സെപ്പറേഷനിലാണ്. അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളറിൽ അപ്പാരൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് നമ്മുടെ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. റെഡ് വരുന്നത് സെല്ലാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇതുപോലത്തെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ കാണിച്ചു തരും. ഇതിനകത്ത് സിഗ്നൽ വന്നുള്ള ഇൻഡിക്കേഷൻ കാണിക്കും. സെയിം നമ്മൾ മുകളിൽ നോക്കി ഇന്നത്തെ 10:54 നമുക്ക് 738 ബൈ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് സിഗ്നൽസ്. അപ്പൊ ഈ സിഗ്നൽ വരുമ്പോൾ എല്ലാത്തിലും നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം കൺഫേം ആയിരിക്കില്ല. അപ്പൊ ഒരു ടെക്നിക്കൽ സോഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ട്രേഡിങ്ങിൽ എപ്പോഴും നമുക്ക് റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഇതുപോലെ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ചാടി നമ്മൾ എൻട്രി ചെയ്യില്ലേ, നമ്മൾ ജസ്റ്റ് കൺഫേം ആണെന്ന് നോക്കാം. അതായത് നമ്മൾ നോക്കണം വെദർ ആ മാർക്കറ്റ് കയറി പോയില്ലെന്ന് നോക്കുന്ന ഓപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട്. അത് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ബൈസിക്കിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണേന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ ബൈസോൺ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി അത് വന്നോ ഇല്ലയോ ചെക്ക് ചെയ്യുക. ബൈസിക്കിൾ വന്ന ശേഷം ആരോ വന്ന ശേഷം താഴത്ത് പ്രൈസ് ബൈസോൺ ആൻഡ് ആരോടെ താഴത്തെ ഒരു ബാറില്ലേ, ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇത് രണ്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്താൽ മതി. ഈ സിഗ്നൽ കൺഫേം ആണെന്ന്, അതായത് സിഗ്നൽ വന്ന ശേഷം 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്. ട്രേഡ് നിങ്ങൾ എടുക്കേണ്ടത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആണ് ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല, കാരണം ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ നിങ്ങളൊരു ഫോറക്സ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MD4 ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. അപ്പൊ അതിൽ ത്രൂ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അത് ഓൺലി ഫോർ ഫോറക്സ്. ബാക്കി ഇന്ത്യൻ മാർക്കറ്റിലെല്ലാം നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കർ ഏതാണ് ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് സിഗ്നൽ വന്ന ശേഷം സിമ്പിൾ ആയിട്ട് 2 കൺഫർമേഷൻ ആണ്. താഴത്തെ പ്രൈസ് ബൈസോൺ ആൻഡ് സിഗ്നൽ ആരോട് താഴത്തെ ബാർ ഗ്രീൻ. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ കൺഫേം ആണെന്ന് അർത്ഥം. ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. താഴത്തെ ടാർഗറ്റ് വരും. ടാർഗറ്റ് 1, 2 and 3 3 ടാർഗറ്റ്. ആക്ച്വലി ഇതിൽ നമുക്ക് ഓൾറെഡി ഇത് കയറിയിട്ടാ പോകുന്നത്. 749 വരെ അതാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കയറിയ ശേഷമാണ് ഇപ്പം മാർക്കറ്റ് റിവേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. താഴത്തെ കണ്ട ഇത് ട്രെൻഡ് ലൈൻ ആണ്. റെഡ് കാണിക്കുന്ന ലൈൻ ഇല്ല, അത് ട്രെൻഡ് ലൈൻ ആണ്. ഗ്രീൻ ലൈൻ അപ് ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ സൈഡും ഇൻഡിക്കേഷൻ ആണ്. നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും ആണ്. അതല്ലാതെ വരുന്ന എല്ലാ സൈഡും ഇൻഡിക്കേഷൻ ആണ്. അറ്റ് പ്രസന്റ് കണ്ട ഒരു ഓറഞ്ച് കളേഴ്സ് വരുന്നുണ്ട്, അതൊരു സൈഡ് ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ഇതൊരു ഈ ഒരു സെയിം മെത്തേഡ് ആണ് നമ്മൾ സിഗ്നൽ വന്ന ശേഷം ഫോളോ ചെയ്യേണ്ടത്. അതിപ്പോ ഇക്വിറ്റീസിലാണെങ്കിലും കമ്മോഡിറ്റീസ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാം സിഗ്നൽ വന്ന ശേഷമുള്ള കൺഫർമേഷൻ മെത്തേഡ് എല്ലാത്തിലും സെയിം തന്നെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു റെഡ് സ്റ്റാർ കാണില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. താഴത്തെ ഒരു ബ്ലൂ ഇല്ല, അത് സപ്പോർട്ട് ലെവലാണ്. അപ്പൊ നമുക്ക് സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് സിഗ്നൽസ് വരുന്നുണ്ട്. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം കാണിച്ചു തരും. റീ എൻട്രി ഓപ്ഷൻസ് ഉണ്ട്. ഇതുണ്ട്. നമുക്ക് റീ എൻട്രി എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ റിവേഴ്സ് അടിക്കുവാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ 3 ടാർഗറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ മാർക്കറ്റ് ഒന്ന് അത്ര സ്ട്രോങ് ഡൗണിലോട്ട് പോകാതെ എഗെയിൻ മാർക്കറ്റ് കയറി പോവാന്ന് വിചാരിക്കും. റെസിസ്റ്റൻസിനൊക്കെ എടുത്ത് മാർക്കറ്റ് കയറി പോകുമ്പോൾ സോഫ്റ്റ്വെയർ ഒരു റീ എൻട്രി ഓപ്ഷൻ തരും. അതായത് ആ ടൈമിൽ ഒരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചിട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും പ്ലോട്ട് ചെയ്ത് വരും. ഫോളോ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, സ്ട്രാറ്റജിയാണ്. നമുക്ക് ഇതിനകത്ത് മേഖലയിൽ ടൈം ഫ്രെയിം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻട്രാഡേ അനുസരിച്ച് ഇൻട്രാഡേയിലോട്ട് മാറ്റാം, സ്വിംഗ് ആണെങ്കിൽ സ്വിംഗിലോട്ട് മാറ്റാം, സ്കാൽപ്പിംഗ് ആണെങ്കിൽ അങ്ങനെ. അതെല്ലാം നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം നമ്മുടെ ഇതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം, അതായത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. ആൻഡ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.